സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്കെതിരെ നടപടിയുമായി ഇഡി 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. കേസിൽ 2 തവണ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. എസ് ശരണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരൺ, കടുത്ത നടപടികളിലേക്ക് ഇഡി നീങ്ങിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? വിനീത, ഈ സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ജയസൂര്യ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സംബന്ധിച്ചുള്ള കരാർ അടക്കമാണ് നേരത്തെ ഇഡിക്ക് ലഭിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യയെ വിളിച്ചു വരുത്തി 2 തവണ ചോദ്യം ചെയ്തിരുന്നത്. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ ജയസൂര്യയുടെ പേരിലുള്ള 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. അങ്ങനെ കണ്ടുകെട്ടിയ സാഹചര്യത്തിൽ ഇനി ജയസൂര്യയെ പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ ഇഡി സമർപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നേരത്തെ ജയസൂര്യ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കുന്ന സമയത്ത് പ്രതിഫലം കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സേവ് ബോക്സ് ഉടമയായ സ്വാദിഖ് റഹീമിൽ നിന്ന് പ്രതിഫലം കൈപ്പറ്റിയത് അത് തട്ടിയെടുത്ത പണത്തിന്റെ പങ്കാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണ് ഇഡി എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ജയസൂര്യയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.